പ്രശാന്ത് കിഷോറിനെ പോലുള്ളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനൊക്കെ എത്രത്തോളം ഒരു റോള് അതിലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഏകദേശം ആ ഒരു വിജയം ഇത്രയും എല്ലാവർക്കും എത്തിക്കാനൊക്കെ അത് കാരണമായിട്ടുണ്ടോ? ഒരു പരിധിവരെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രവൃത്തി പരിചയമില്ലാത്ത വിജയെപ്പോലെ ഒരാൾക്ക് അത്തരത്തിലുള്ള ബാക്ക് അഡ്വൈസേഴ്സിൻ്റെ ആവശ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ അഡ്വൈസേഴ്സ് ചെയ്യുന്ന ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇപ്പം വിജയനെ നമ്മൾ ഒത്തിരി പൊക്കി പറയുന്നു 15 വർഷമായിട്ട് ഫാൻസ് ക്ലബ്ബിലൂടെ കൊണ്ടുവന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പണ്ട് ചെയ്തിട്ടുള്ളത് MGR ആണ്. MGR 71 MGRൻ്റെ ആ ഒരു ഹിസ്റ്ററി എനിക്ക് കുറച്ച് സമയം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. MGR 20 വർഷം DMKക്കൊപ്പം നിന്ന് കരുണാനിധിയെ മുഖ്യമന്ത്രിയാക്കാൻ പുറകിൽ നിന്ന് മാക്സിമം പ്രഷർ ചെലുത്തി മുഖ്യമന്ത്രിയാക്കി. അടുത്ത ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും കരുണാനിധി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാക്കി MGR അതുവരെ കൂടെ വന്നപ്പോഴത്തേക്കും മന്ത്രിയാക്കിയില്ല MGR. അങ്ങനെ MGRന് അത് വിഷമമായി. ചോദിച്ചു പറഞ്ഞാൽ സിനിമയും രാഷ്ട്രീയവും ഒന്നും ഒരുമിച്ച് നടക്കുന്ന സംഗതിയല്ല. അങ്ങനെ വന്നപ്പോൾ MGR അപ്സെറ്റായി. MGR അന്ന് തന്നെ തീരുമാനിച്ചു ഞാൻ പണി തരും. 1.5 വർഷം കാത്തിരുന്നു. ആ 1.5 വർഷത്തിൽ അദ്ദേഹം ചെയ്തതാണ് എല്ലാ ഫാൻസ് അസോസിയേഷനോടും ഇതേപോലെ തന്നെ വെൽഫെയർ അസോസിയേഷനായിട്ട് ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു രഹസ്യമായിട്ട്. അങ്ങനെ ഇറങ്ങിച്ചെന്നതിന് ശേഷം ഒരു ഉറപ്പ് കിട്ടി എന്ന സാഹചര്യത്തിലാണ് MGR ആദ്യമായിട്ട് ആളുകളെ വിളിച്ചു കൂട്ടി പറയുന്നത്, നിങ്ങൾ ഓരോ DMK മിനിസ്റ്റേഴ്സിനോടും അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല പൊളിറ്റിക്സ് വിളിച്ചു പറഞ്ഞു. കരുണാനിധി ഇയാളെ പുറത്താക്കി. ഇയാൾ പുറത്താകാൻ കാത്തിരിക്കുകയായിരുന്നു. 5 ദിവസത്തിനുള്ളിൽ പാർട്ടി തുടങ്ങി. ആ AIDMK 77 വന്നു. നമ്മൾ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട്, നീ ജയിക്കണമെങ്കിൽ എന്നെ കൊന്നിട്ടേ പറ്റുള്ളൂ, ഞാൻ ചത്തിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ തമാശയായിട്ട് പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. MGR മരിച്ചിട്ടേ പിന്നെ DMKക്ക് കയറാൻ പറ്റും. 13 വർഷം DMKക്ക് രാഷ്ട്രീയ തലപ്പത്ത് എത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിസ്മയം സൃഷ്ടിച്ച ആളാണ് MGR. അദ്ദേഹത്തിൻ്റെ അതേ പാത അല്ലെങ്കിൽ അതേ പാറ്റേൺ ആണ് ഇവിടെ വിജയ് എടുത്തിരിക്കുന്നത്. ഒറ്റ വ്യത്യാസം, അദ്ദേഹത്തിന് 5 വർഷമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടി വന്നുള്ളൂ. പ്ലസ് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് വിജയ്ക്ക് ഇല്ലായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം. അതെ, ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് കൂടി വിജയ് അതായത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു 2 വർഷം കൊണ്ട് ഉണ്ടായ ഒരു പാർട്ടിയിൽ TVക്ക് പോലുള്ള ഒരിക്കലും കുറച്ച് സീറ്റൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്രയും അധികം സീറ്റ് ലഭിച്ച് വിജയ് ഫസ്റ്റ് ഇലക്ഷനിൽ തന്നെ CM ആവുമെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.